ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നത്തെ റെസിപ്പി എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. നമ്മളിവിടെ സുഖമായിട്ടിരിക്കുന്നു. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാവുന്ന ബ്രെഡ് പോപ്കോൺ ആണ് ഇന്നുണ്ടാക്കുന്നത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ വീഡിയോ കൂടി ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. ഇത് വളരെ എളുപ്പമാണ് കേട്ടോ ഉണ്ടാക്കിയെടുക്കാനായിട്ട്, പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. ബ്രെഡ് എടുക്കുക, എന്നിട്ട് ഇതേപോലെ നീളത്തിൽ ഇതേ ഒരു രീതിയിൽ കട്ട് ചെയ്തെടുക്കുക. ഓക്കെ, എന്നിട്ട് നമുക്ക് ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്യാം. ഒരു സ്ക്വയർ ഷേപ്പിൽ അങ്ങ് കട്ട് ചെയ്യാം കേട്ടോ, ഏകദേശം ഈ ഒരു സൈസിൽ. ബാക്കി വന്ന ബ്രെഡൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഇത് ഉണ്ടാക്കാം. നല്ല ക്രഞ്ചി ആയത് കൊണ്ടിട്ടും നല്ല മധുരം ഉള്ളത് കൊണ്ടിട്ടും കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാവുന്ന ഒന്ന് തന്നെയാണ് ഈ ഒരു ബ്രെഡ് പോപ്കോൺ. അപ്പോൾ ഇത് ഇതേപോലെ ഈസി ആയിട്ട് പെട്ടെന്നൊന്ന് കട്ട് ചെയ്തെടുക്കണം. ഓക്കെ, ഇപ്പോൾ ഞാൻ എല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഒരു ഫ്രൈങ് പാൻ എടുക്കുക, അതിലേക്ക് ഒന്ന് ചൂടാകുമ്പോഴേക്കും തന്നെ ഇതങ്ങ് ഇട്ട് കൊടുക്കാം. ഡയറക്റ്റ് ഇട്ട് കൊടുക്കുക, അതിലേക്ക് വേറെ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് ഇതേപോലെ ഇളക്കി കൊടുത്ത് റോസ്റ്റ് ആവണം. അപ്പോൾ ഇതേപോലെ കിലുങ്ങുന്ന സൗണ്ട് കേൾക്കും. ആ സൗണ്ട് കേൾക്കുന്നവരെ ഒന്ന് റോസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഏകദേശം ഒരു റസ്കിൻ്റെ ഒരു ടെക്സ്ചറിലോട്ട് വരും, എന്നാൽ അത്ര ഹാർഡാവില്ല കേട്ടോ. അപ്പോഴേക്കും നമുക്കിതിൽ വേണ്ട കാരമൽ സിറപ്പ് ഉണ്ടാക്കിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് പഞ്ചസാര ആവശ്യത്തിന് ചേർക്കുക. ഞാൻ കുറച്ച് അധികം പഞ്ചസാര എടുക്കുന്നുണ്ട്, വീഡിയോ എടുക്കുമ്പോൾ നല്ല കളർ കിട്ടാൻ വേണ്ടിയിട്ട് മാത്രമാണ്. അപ്പോൾ കുറച്ച് പഞ്ചസാര ചേർത്താലും മതി, നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് കേട്ടോ. അപ്പോൾ ഇതിലേക്ക് 3 ടേബിൾ സ്പൂണോളം വെള്ളം കൂടി ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ഉരുക്കിയെടുക്കുകയാണ്. കാരമലൈസ് ചെയ്തെടുക്കാം. കാരമലായി ചെറുതായിട്ടൊന്ന് കളറ് മാറുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഒരു ചെറിയ പീസ് ബട്ടർ ചേർത്ത് കൊടുക്കാം. ബട്ടറും കൂടി ചേർക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും വരുന്നത്. സോ ഈ ബട്ടറും കൂടി ഒന്ന് ഉരുകി വരട്ടെ. നന്നായിട്ടൊന്ന് ഉരുകി സെറ്റ് ആകുമ്പോഴേക്കും നമുക്ക് ഈ ബ്രെഡ് ഒന്ന് അങ്ങോട്ടേക്ക് ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി കോട്ട് ചെയ്യുക. ഇനി നല്ല പോലെ ഒന്ന് എല്ലാ ഭാഗത്തും പിടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ബ്രെഡ് പോപ്കോൺ ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ തണുത്ത് കഴിയുമ്പോൾ ഇത് സെർവ് ചെയ്യാവുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇത്ര അധികം പഞ്ചസാര ചേർക്കേണ്ട ആവശ്യമില്ല, നിങ്ങളുടെ മധുരത്തിനനുസരിച്ച്. ഇനി നിങ്ങൾക്ക് നല്ല ഇഷ്ടമാണ് മധുരമെങ്കിൽ ഇതേപോലെ തന്നെ ചേർത്ത് ഉണ്ടാക്കി നോക്കിക്കോളൂ. നല്ല ക്രഞ്ചി ആയിട്ട് ടേസ്റ്റി ആയിട്ട് കിട്ടും കേട്ടോ. യമ്മി ക്രഞ്ചി. നന്നായിട്ടൊന്ന് തണുത്ത് കഴിയുമ്പോഴേക്കും നമുക്കൊരു പാത്രത്തിൽ എടുത്ത് വെക്കാം, അല്ലെങ്കിൽ ഒരു ടിന്നിലേക്ക് ചില്ല് കുപ്പിയൊക്കെ ഉണ്ടെങ്കിൽ അതിലേക്കിട്ട് സൂക്ഷിച്ച് വെക്കാനും പറ്റും. നല്ല ക്രഞ്ചി ആയിട്ട് ഇതേപോലെ ഇരുന്നോളും. നല്ല ടേസ്റ്റിയാണ്. ഒരു ഷുഗർ ക്യാൻഡിയൊക്കെ പോലെ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് കഴിക്കാനൊക്കെ പറ്റും. അപ്പോൾ എന്തായാലും നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയാനായിട്ട് മറക്കരുത് കേട്ടോ. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു ഫോർ വാച്ചിങ്. അതുപോലെ പ്ലീസ് ഹിറ്റ് ദ ലൈക്ക് ബട്ടൺ, ബെൽ ഐക്കൺ, ഷെയർ മൈ വീഡിയോസ്. താങ്ക് യു സോ മച്ച്. ആൻഡ് നമുക്ക് വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുക. ബൈ.